അപ്പോൾ സുഹൃത്തുക്കളെ, ദോച്ചുല പാസ് കഴിഞ്ഞു, ദോച്ചുല ചോർട്ടൻസ് കണ്ട ശേഷം പുനാഖയിലേക്കുള്ള യാത്രയിലാണ്. പുനാഖ, പ്രസിദ്ധമായ പുനാഖ ജോങ് എന്ന് പറയുന്നത് ആദ്യകാല രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. കൊട്ടാരവും മൊണാസ്ട്രിയും ചേർന്നതാണ്. ഇവിടെ കൊട്ടാരവും മൊണാസ്ട്രിയും എല്ലാം ചേർന്നതാണ്. ബുദ്ധമതം ആണല്ലോ, ബുദ്ധമത അനുയായികളാണ് ബഹുഭൂരിപക്ഷം. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി പോകുന്ന റൂട്ടാണ്. അപ്പോൾ നല്ല ഗ്രീനറിയുള്ള ഭാഗങ്ങളാണ്, ഭൂട്ടാൻ്റെ മനോഹരമായ ഭാഗങ്ങളാണ്. കൂടാതെ അങ്ങ് ദൂരെ ഹിമാലയ സാനുക്കളുടെ ഭാഗം കാണാം. പോകുന്ന വഴിക്ക് വാങ്ക്യൂ എന്ന സ്ഥലം, അവിടെ ഫെർട്ടിലിറ്റി ടെമ്പിളുണ്ട്, ചിമി ലഖാങ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ കാണുന്നത് വളരെ മനോഹരമായ പ്രകൃതിയാണ്. ഈ പ്രകൃതി കാണുന്നതിന് വേണ്ടി മാത്രം ഭൂട്ടാനിൽ ഒന്ന് വന്നാൽ പോലും തെറ്റില്ല എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ റൂട്ട്, ഈ വളഞ്ഞു പൊളഞ്ഞ് പോകുന്ന ഈ റൂട്ടിലൂടെ മനോഹരമായി വാഹനമോടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ അതും തന്നെ ഒരു അനുഭൂതി സന്ദായകമായ പ്രവൃത്തിയായിരിക്കും. അപ്പോൾ എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതിയും എല്ലാം അവരെയും വളരെ സന്തോഷിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദോച്ചുല ചോർട്ടൻസ് കണ്ടു. നല്ല കാലാവസ്ഥയായിരുന്നു. തണുപ്പ് ഒരല്പം കൂടുതലായിരിക്കും, കാറ്റും. ഇപ്പോൾ ചുരം താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണുപ്പ് ഇനി സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിമനോഹരമായ ഹിമാലയ സാനുക്കളുടെ ദൃശ്യമാണ് കാണുന്നത്. വീഡിയോയിൽ എത്രത്തോളം പ്രതിഫലിക്കും എന്നറിയില്ല. മേഘപാളികൾക്ക് മുകളിൽ തല ഉയർന്നു നിൽക്കുന്ന ഹിമാലയ സാനുക്കളിലെ കൊടുമുടികൾ മാസഗാങ്, സെൻഡഗാങ്, കങ്ഫ്യൂക്കാങ്, ഗാങ്ഖർ ഫിയൻസം, ഇതൊക്കെയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ. അവിടെ ഒരു ഭാഗത്ത് കൊടികൾ പാറി പറക്കുന്നത് കാണാം. ഫ്ലാഗുകൾ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. വിവിധ നിറങ്ങളിലുള്ള ഫ്ലാഗുകൾ കണ്ടില്ലേ, അതാണ്. അതിനകത്ത് ബുദ്ധമന്ത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവ കാറ്റിൽ പാറി കളിക്കുന്നു, കാറ്റിൽ പറക്കുന്നു. അങ്ങനെ ആ മന്ത്രങ്ങൾ ഇവിടെയെല്ലാം വിലയം പ്രാപിക്കുന്നു. ഈ പരിസ്ഥിതിയിൽ അത് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു. അത് ഒരു ചൈതന്യം കൊണ്ടുവരുന്നു. ആ മന്ത്രത്തിൻ്റെ ചൈതന്യം പ്രകൃതിയിലേക്ക് ആവാഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ കൊടികൾ നാട്ടുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള കൊടികൾ നാട്ടുന്നത് കാണാം. നാനാവർണ്ണത്തിലുള്ള കൊടികൾ, വെള്ളക്കളറിലുള്ള കൊടികൾ മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നതിന് വേണ്ടിയുള്ള മന്ത്രങ്ങൾ രേഖപ്പെടുത്തിയതാണ്. അത് വഴിയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇനി കാണുമ്പോൾ പരിചയപ്പെടുത്താം.
അപ്പോൾ മന്ത്രങ്ങൾ രേഖപ്പെടുത്തിയ കൊടികളാണ് പാറി പറക്കുന്നത്. ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. പുനാക്ക സോങ്ങിലേക്ക് പോകുന്ന വഴിയാണ്. അല്ല, പുനാക്ക സോങ്ങിലേക്ക് പോകുന്ന വഴി ഒരല്പം തിരിഞ്ഞ് ഇവിടെ മറ്റൊരു കാഴ്ചയുണ്ട്. കിതയ്ക്കുന്നു. പുനാക്ക വില്ലേജിൽ തന്നെയാണ്. അല്പം തിരിഞ്ഞു പോകുന്നത് ഒരു 10-15 മിനിറ്റ് നടത്തേയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം മിനിറ്റ് കണക്കാണ്. എത്ര ദൂരം എന്നുള്ളത് അങ്ങനെയാണ് കണക്ക്. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് പലരും. 15 മിനിറ്റ് നടക്കണം. അപ്പോൾ ഇവിടെ ഒരു ഫെർട്ടിലിറ്റി ടെമ്പിളാണുള്ളത്. ഫെർട്ടിലിറ്റി ടെമ്പിൾ സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി രൂപീകരിച്ച് നിർമ്മിച്ച ക്ഷേത്രമാണ്. അതെ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ലേശമൊരു ഈശോ ചേട്ടൻ, തോമസ് സാറ്, പിന്നെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആകെ അവശനായിപ്പോയി. പക്ഷേ വളരെ ഗംഭീരമായിട്ടായിരുന്നു സംഗതികൾ. ചെറിയൊരവശത. പുള്ളിയാണ് നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മാൻ. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ അവശതയുണ്ടെന്ന് മാത്രം. പിന്നെ ഇന്ദിര മാഡം അവിടെ ഇരിക്കുന്നു. രഞ്ജിനി അവിടെയും ഇരിക്കുന്നുണ്ട്. ശോഭന മാഡം, ശോഭ ഞാൻ വേണ്ട, നമ്മളെ സിനിമാ നടിയാക്കണ്ട. ശോഭയും ഒരു സിനിമാ നടിയുണ്ട്. അപ്പോൾ അവർ ഇരിക്കുകയാണ്, അശ്വതി. അപ്പോൾ അതുകൊണ്ട് ഫെർട്ടിലിറ്റി ടെമ്പിൾ നമ്മൾ പോയി കണ്ടു തന്നെ ഉള്ളൂ മടക്കം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ 15 മിനിറ്റ്. എത്ര ദൂരം എന്നുള്ള കണക്കല്ല, 15 മിനിറ്റാണ്. ഒരു വർഷം കഴിഞ്ഞ് വരുമെന്ന് തോമസ് സാറ് പറയുന്നു. ഇതെല്ലാം തമാശക്കാരാണ് ഇതിനകത്തുള്ളതെല്ലാം. അപ്പോൾ ഇത് സ്ഥാപിച്ചത് 1499 എന്ന് പറയപ്പെടുന്നു. അത് അവിടെ ചെന്നിട്ട് വിശദമായിട്ട് പറയാം. അപ്പോൾ നാഗാവാങ് ചോഗ്യേൽ എന്ന് പറയുന്ന ഒരു ബുദ്ധ സന്യാസിയാണ് ഇത് സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. എന്തായാലും അദ്ദേഹത്തിന് നമോഭാഗം. എന്തായാലും ആ ബുദ്ധ സന്യാസിക്കെങ്കിലും അത് തോന്നി. ഇനി ആരും സന്താന സൗഭാഗ്യമില്ലാതെ കഷ്ടപ്പെടേണ്ടി വരികയില്ല. അതുകൊണ്ട് നമ്മൾ നാഗാവാങ് ചോഗ്യേൽ എന്ന് പറയുന്ന ആ ബുദ്ധമത സന്യാസിയെ നമിക്കേണ്ടിയിരിക്കുന്നു. സന്താനഭാഗ്യം ഇല്ലാതെ ഇനിയൊരിക്കലും ആരും ദുഃഖം അനുഭവിക്കരുത്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ ധൈര്യമായിട്ട് വാ ഇന്ദിര ടീച്ചറെ. എല്ലാവരും പോകുമല്ലേ, വഴിയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫെർട്ടിലിറ്റി ടെമ്പിളാണെന്ന് തോന്നുന്നു ആ കാണുന്നത്. ആദ്യം പോയവർക്ക് ആദ്യം കാണാം. ഇനി മൊത്തം സന്താന സൗഭാഗ്യം എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്. എല്ലാവരും തമാശക്കാരാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. ഓക്കേ, അതിൻ്റെ കവാടം കാണുന്നുണ്ട്. പിന്നെ സന്താന സൗഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ അല്പ ആവേശത്തോടു കൂടി ആൾക്കാർ പോയി. അതെ, നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. ആളിൻ്റെ പേര് നമ്മൾ പറയൂല. അപ്പോൾ അതൊരു ശരിയായ കാര്യമാണ്. ഒരല്പ ആവേശം കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു ജയൻ്റ് പ്രയർ വീലാണ്. ജയൻ്റ് പ്രയർ വീല് നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധമത മന്ത്രങ്ങൾ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് പിടിച്ച് തിരിക്കുമ്പോൾ ആ ബുദ്ധമത പ്രാർത്ഥനകൾ
ഇവിടെ മുഴുവൻ വ്യാപിക്കുകയും അതിൻ്റെ ചൈതന്യം ഈ പ്രദേശം മുഴുവൻ ആ കുട്ടി കണ്ടോ, ആ കുട്ടിക്ക് വരെ ബുദ്ധമത ചൈതന്യം കിട്ടിയിട്ടുണ്ട്. ഹായ് ബേബി, ഹായ് ബേബി. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതാണ് കുട്ടികൾ പ്രായം നമ്മളെ പുണ്യം സമ്പാദിച്ചു. അപ്പോൾ ഈ ജയൻ്റ് വീല് എല്ലാവരും ഒരു തവണ കറക്കിയാൽ നല്ലതാണ്. പൈസ കൊടുക്കണം, കാശ് കൊടുക്കണം. ഇവരുടെ ഒരു ഉപജീവനമാണ്. അപ്പോൾ ഒന്ന് അതും ഒരു നന്മയാണ്. കറക്കാനുള്ളവർ കറക്കൂ. ആൾക്കാർ അപ്പോൾ അതാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്ന, കറങ്ങുന്നതനുസരിച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട്. കറങ്ങി ഒരു മണി അടിക്കും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തിരികെ വരുമ്പം കറക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ന് തോന്നുന്നു. അവർ തൽക്കാലം ഫെർട്ടിലിറ്റി ടെമ്പിൾ കാണാം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ദിസ് വേ. ഓക്കെ. He is coming first. They are saying, they are joking, making jokes. He is coming first for getting offsprings. ചാക്കോത്തേട്ടാ, വളരെ വേഗത്തിൽ എല്ലാവരും നടക്കാൻ വളരെ ബുദ്ധിമുട്ടിയെങ്കിലും താങ്കൾ വളരെ വേഗത്തിൽ നടന്ന് ആദ്യം ഇവിടെ എത്തിയത് എന്ത് ചേതോ വികാരത്തിന്റെ പുറത്താണ് എന്നും ഓർത്തില്ല. അതാണ് അതിന്റെ സത്യം. ഇതിലുള്ള ആൾക്കാരെല്ലാം കോമഡി ആയതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് പലതും പറഞ്ഞു എന്ന് മാത്രം. അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ദുരുദ്ദേശമില്ല. ഉണ്ടെങ്കിൽ തന്നെ നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, നടക്കാൻ പറ്റൂല എന്ന് ആര് പറഞ്ഞു? വിജയ് ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അത് തന്നെ സംഭവം. അപ്പോൾ അത് വിജോയ്സ് നമ്മുടെ സഹമുറിയനും കൂടെയാണ് പോരെങ്കിൽ. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രധാന കാര്യം കാണിച്ചില്ല. നമ്മൾ തമാശയിൽപ്പെട്ടിട്ട് കണ്ടോ, ഫെർട്ടിലിറ്റി ടെമ്പിൾ 1499 സ്ഥാപിച്ച ഫെർട്ടിലിറ്റി ടെമ്പിളാണ്. ഇത് സ്ഥാപിച്ചത് സതുദ്ദേശപരമാണ്. സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ സന്താനം ഉള്ളവർക്ക് കൂടുതൽ സന്താനം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, സന്താന സൗഭാഗ്യം ലഭ്യമാകുന്നതിന് വേണ്ടി ഫെർട്ടിലിറ്റി ടെമ്പിൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇത് സ്ഥാപിച്ചത് നാഗാ വാങ്ചോഗ്യേൽ എന്ന് പറയുന്ന സന്യാസിയാണ്. അദ്ദേഹത്തെ സന്യാസിയാണെങ്കിലും അന്ന് ദിവ്യഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊരു ഭ്രാന്തമായ ആശയമാണെന്നും ഇതിൽ സന്യാസവും പ്രാർത്ഥനയുമായി ഒന്നും ബന്ധമില്ലെന്നും ആളുകൾ പറഞ്ഞതിനാൽ ദിവ്യഭ്രാന്തൻ, ദ ഡിവൈൻ മാഡ്മാൻ, ഭൂട്ടാനീസ് ഭാഷയിൽ ദുക്പ കുൻലൈ, ഇതൊക്കെ ഉച്ചരിക്കുന്നതിന് വല്ല തെറ്റുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ക്ഷമിക്കണം. അപ്പം അതാണ് ദുക്പ കുൻലി എന്ന് പറഞ്ഞാൽ ദ ഡിവൈൻ മാഡ്മാൻ, ദിവ്യഭ്രാന്തൻ. അതാണ് നാഗാ വാങ്ചോഗ്യേൽ 1499 ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം. എന്തോ ഇവിടെയൊക്കെ ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതാണ് ഫെർട്ടിലിറ്റി ടെമ്പിൾ. സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർ ഓടി വരൂ, സന്താന സൗഭാഗ്യം നേടൂ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊരു വിശ്വാസം. അപ്പോൾ വളരെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ
ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധയില്ല സന്യാസിമാർക്ക് എന്ന് പലരും പറയുന്നുണ്ട്. സന്യാസ ജീവിതം എന്ന് പറയുമ്പം അവിടെ നിന്നെല്ലാം മാറി ഭൗതികേതരമായ ആധ്യാത്മിക ലോകത്താണ് അവരുടെ ജീവിതമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ല എന്നും ഭൗതിക ജീവിതത്തിൽ ഇടപെടുന്നതിനും ജനങ്ങളുടെ ദുഃഖം അകറ്റുന്നതിനും അവർക്ക് വളരെ വളരെ താല്പര്യമുണ്ട് എന്നുള്ളതും ആയതിനാൽ തന്നെ ഇത് സ്ഥാപിച്ചതായ സമയത്ത് അദ്ദേഹത്തെ 1499 നാഗാവാങ് ചോഗ്യേലിനെ ദിവ്യഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നു, ദ ഡിവൈൻ മാഡ്മാൻ. അപ്പോഴും ശ്രദ്ധിക്കണം, ദ ഡിവൈൻ എന്നുള്ള ഭാഗമുണ്ട് അവിടെ, വെറും ഭ്രാന്തനല്ല. അപ്പോൾ സുഹൃത്തുക്കൾ വിചാരിക്കും ഓ ഭ്രാന്തൻ്റെ കാര്യം അല്ല, അത് ഡിവൈൻ മാഡ്മാനാണ്. നമുക്ക് നാറാണത്ത് ഭ്രാന്തനുണ്ടല്ലോ, അദ്ദേഹം ഒരാശയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ഭ്രാന്ത് കാണിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. എന്ന് പറയും പോലെ അങ്ങനെയുള്ള ഭ്രാന്തന്മാർ ദാറ്റ് ഈസ് ഡിവൈൻ മാഡ്മാൻ. അത് ദുക്പ കുൻലി എന്നറിയപ്പെടുന്നു. ഫെർട്ടിലിറ്റി ടെമ്പിൾ ചിമി ലഖാങ് എന്നാണ് ഇതിൻ്റെ പേര്. ചിമി ലഖാങ്. ओके थैंक यू. अगर आपको हिस्ट्री चाहिए तो एक्सप्लेनेशन सुन लीजिए साथ में. ഓക്കെ നമ്മുടെ ഗൈഡാണ്. ഗൈഡ് വന്ന് നമ്മൾ വിളിക്കണം. അവിടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, അതിൽ ചെന്ന് പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. ഇത് നമ്മളെ ഗൈഡാണ്. LT എന്ന് ചുരുക്ക പോമന പേരിൽ അറിയപ്പെടുന്നു. LT സർ ഹാൻഡ്സ്. ഓ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ആളാണ്. LT ലാബ്ഷറിങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൻ്റെ ചുരുക്കപ്പേരാണ് LT എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവിടെ നമ്മുടെ ഗൈഡ്. ഇത് മൊത്തം കേൾക്കാൻ എനിക്ക് സത്യത്തിൽ സമയമില്ല, കാരണം അത് കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് എടുക്കാൻ ഒക്കില്ല. അപ്പം ഞാൻ കുറച്ച് വ്യതിചലിച്ച് പോയി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ വന്ന് വിളിക്കാനാണ് അദ്ദേഹം വന്നത്. 2 ഗൈഡുണ്ട്. ഇത് വിജയ് എന്ന് പറയുന്ന ഗൈഡാണ്. അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. വളരെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് വിജയ്. മറ്റത് LT. 2 ഗൈഡുകളുണ്ട്. The temple it looks very small, but the stories behind this temple are very big. ഇതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററികൾ, ചരിത്രങ്ങളൊക്കെയാണ് വിവരിക്കുന്നത്. ഓക്കെ.